ഇതിൽ എന്തുകൊണ്ടാണ് CPM ഒരു അഭിപ്രായം പറയാത്തതെന്നാണ് എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടാക്കുന്ന കാര്യം. ഇങ്ങനത്തെ ആൾ നേരത്തെ ഉള്ളതുപോലെ ഇങ്ങനത്തെ ആളുകളൊക്കെ തന്നെയാണ് വേണ്ടത് എന്ന അഭിപ്രായമാണോ? ഇപ്പോൾ രത്തൻ കേൽക്കറുടെ കാര്യത്തിൽ ഹൈ പിച്ചിൽ ഇപ്പോൾ CPM ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ CPMൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും വന്നു. ഇന്നലെ നടന്ന നിയമനങ്ങളിൽ വേറൊരു നിയമനം ഉണ്ടായിട്ടുണ്ട്. മീഡിയ സെക്രട്ടറി ആയിട്ട് റോയ് മാത്യു എന്ന് പറയുന്ന ഒരാളെ നിയമിച്ചിട്ടുണ്ട്. ഈ റോയ് മാത്യു എന്ന് പറയുന്ന ആളുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ സർഫേസ് ചെയ്ത് വരുന്നുണ്ട്. എന്താ അതിന് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ സാമാന്യമായിട്ട് അങ്ങേര് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭാഷയല്ല അദ്ദേഹത്തിൻ്റെത്. VD സതീശനെതിരെ പോലും അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിനകത്ത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് പോലും വളരെ മോശമായ രീതിയിൽ പബ്ലിക് കമൻറ്റുകൾ ഇട്ടിട്ടുള്ള ഒരാളാണ്. ഉത്തർപ്രദേശിലെ ലവ് ജിഹാദ് നിരോധന നിയമത്തിന് സമാനമായൊരു നിയമം ഇവിടെയും വേണ്ടിവരും എന്നെഴുതിയ ആളാണ്. അത് എഴുതിയ പശ്ചാത്തലമാണ് അതിനേക്കാൾ കൗതുകകരം. ഈ കേരളത്തിൽ ഈ ലവ് ജിഹാദ് ആട്ടക്കഥകൾ ഏറ്റവും അധികം പ്രചരിപ്പിച്ചിട്ടുള്ള, വിദ്വേഷ കഥകൾ ഏറ്റവും അധികം പ്രചരിപ്പിച്ചിട്ടുള്ള കൗമുദി പത്രത്തിലെ ഒരു വാർത്താ ക്ലിപ്പിംഗ് എടുത്തു വെച്ചിട്ടാണ് അതിൻ്റെ മേലാണ് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത്. ഈ ഉത്തർപ്രദേശിലെ ലവ് ജിഹാദ് പോലെയുള്ള ഒരു നിയമം ഇവിടെ ലവ് ജിഹാദ് തടയൽ നിയമം പോലൊരു നിയമം ഇവിടെ വേണ്ടി വരും. അങ്ങേയറ്റം റേഷ്യൽ സ്ലർ എന്ന് പറയാവുന്ന മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വംശീയ പരാമർശം എന്നുള്ള നിലയ്ക്ക് സാധാരണ ഉപയോഗിക്കപ്പെടുന്നതാണ്. ഹൂറിമാരുടെ അടുത്തേക്ക് പോകാൻ എളുപ്പമായിരിക്കും. ഈ സ്വഭാവത്തിലൊക്കെ അങ്ങേയറ്റം വൃത്തികെട്ട കമൻറ്റുകൾ ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. കേരളത്തിലെ കുപ്രസിദ്ധമായ ഒരു ഹെയ്റ്റ് ട്യൂബർ ഇദ്ദേഹത്തെ അഭിവാദനം ചെയ്തുകൊണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതിലാദ്യം ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്ഥാപനത്തിൽ കുറച്ച് കാലം എഡിറ്ററായിട്ടുണ്ടായിരുന്നു എന്നാണ്. പിന്നെ അത് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മീഡിയ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതിൻ്റെ ഒരു പ്രൊപ്രൈറ്റി എന്നൊക്കെ പറയുന്ന സംഗതിയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെയാണ് നിയമിച്ചിരിക്കുന്നത്. ഇതിൽ എന്തുകൊണ്ടാണ് CPM ഒരു അഭിപ്രായം പറയാത്തതെന്നാണ് എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടാക്കുന്ന കാര്യം. ഇങ്ങനത്തെ ആൾ നേരത്തെ ഉള്ളതുപോലെ ഇങ്ങനത്തെ ആളുകളൊക്കെ തന്നെയാണ് വേണ്ടത് എന്ന അഭിപ്രായമാണോ? ഇപ്പോൾ രത്തൻ കേൽക്കറുടെ കാര്യത്തിൽ ഹൈ പിച്ചിൽ ഇപ്പോൾ CPM ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ CPMൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും വന്നത് കണ്ടില്ല. മീഡിയ സെക്രട്ടറി എന്ന പൊസിഷൻ ഉണ്ടാക്കുന്ന കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരാണ്. പ്രഭാവർമ്മയാണ്. ഈ പ്രസ് സെക്രട്ടറി എന്ന് പറഞ്ഞ വേറൊരു പൊസിഷൻ, പ്രസ് സെക്രട്ടറി ഉണ്ട്. അതെ, അതുകൂടാതെ മീഡിയ സെക്രട്ടറി. ഇത് രണ്ടുപേരും പണിയുടെ വ്യത്യാസം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ ആക്റ്റീവായിട്ട് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന, അതായത് മുഖ്യമന്ത്രിയും മാധ്യമങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പണി പ്രസ് സെക്രട്ടറിയാണ് എടുക്കുന്നത്. മീഡിയ സെക്രട്ടറി പ്രഭാവർമ്മയായിരുന്നു. അദ്ദേഹം ആ സമയത്ത് എന്താ ചെയ്തത്? കവിത എഴുതുകാരെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് അറിയില്ല.